നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ദേവിക അമ്മയും പിന്തുടരാൻ ഞാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിലോ? നന്ദ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കൃത്യമായൊരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. എന്റെ പ്രധാന സംശയം നീളുന്നത് പ്രഭയാന്റിയിലേക്ക് തന്നെയാണ്. മുരളി, അങ്ങനൊരു കടുങ്കൈ അമ്മ ചിന്തിക്കോ? ഇല്ല എടാ, അങ്ങനെ ചിന്തിക്കണ്ട. എടാ, നമ്മൾ ഈ പത്രത്തിലൊക്കെ ഓരോ വാർത്തകൾ വായിക്കുന്നതല്ലേ, ഈ ദുരഭിമാന കൊലകളും മറ്റും. സ്വന്തം കാര്യം നടത്താൻ ആൾക്കാർ എന്ത് മാർഗവും സ്വീകരിക്കും. പ്രഭ ആന്റിക്ക് മീരെ നിന്റെ ഭാര്യയാക്കണം. അതിന് ദേവിക ഇല്ലാതാവണം, അത്ര തന്നെ. സത്യം പറഞ്ഞ കേട്ടിട്ട് പേടിയാവുന്നു. നന്ദ, ദേവികയെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. ഞാനിത് രാവിലെയും പറഞ്ഞു. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. 2 ദിവസം കൂടി കഴിഞ്ഞാ ദേവിയുടെ വ്രതം കഴിയും. ഉടൻ തന്നെ ഞങ്ങൾ സിംഗപ്പൂരിലേക്ക് പോകും. ആഹാ, അതുകൊള്ളാലോ. രജനിയേച്ചി സ്പോൺസർ ചെയ്ത യാത്രയാ. ഞാനും ദേവിയും എവിടെയെങ്കിലും തൽക്കാലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകണമെന്ന് ചേച്ചിയുടെ വലിയ ആഗ്രഹം. ആഗ്രഹം നടക്കുമോ നന്ദ? മുരളീട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറയുന്നൊക്കെ കൃത്യമായിട്ട് വരും. നന്ദ, നീ എഴുതി വെച്ചോ, നിങ്ങൾക്ക് സിംഗപ്പൂര് പോവാൻ പറ്റില്ല. അങ്ങനൊന്നും പറയല്ലേ മുരളിയേട്ടാ. പ്രഭയാന്റി നിങ്ങളെ ബ്ലോക്ക് ചെയ്യും, ഏത് രീതിയിലും ബ്ലോക്ക് ചെയ്യും. നീയും ഞാനും ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ നിമിഷവും പ്രഭയാന്റി. എനിക്കത് ഉറപ്പാ. നീ പറഞ്ഞല്ലോ ബ്രഹ്മദത്തൻ തിരുമേനി നിങ്ങളുടെ ജാതകത്തിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞെന്ന്. എന്താ, ഒരു സുപ്രഭാതത്തില് തിരുമേനിക്ക് പെട്ടെന്നങ്ങ് തോന്നിയോ ഈ ജാതകത്തിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഒടുക്കത്തെ ചേർച്ചയാണെന്ന്? ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തിരുമേനി അതൊക്കെ പറഞ്ഞപ്പോ എനിക്കൊന്നും പിടികിട്ടിയില്ല. തിരുമേനി അർത്ഥം വെച്ചൊക്കെ പലതും പറഞ്ഞു. അങ്ങനെ വരട്ടെ എന്ന് വെച്ചാ പ്രഭയാന്റി തിരുമേനിയെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ വന്നതായിക്കൂടെ? ഈശ്വര, നീ തിരുമേനിയെ കണ്ടൊന്ന് അന്വേഷിച്ചു നോക്ക്. ഞെട്ടിക്കുന്ന പലതും അറിയാൻ പറ്റുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. മുരളി, നമുക്ക് നാളെ തന്നെ ആശ്രമത്തിൽ പോണം. വേണ്ട നന്ദ, അങ്ങനെ ചാടിക്കേറിയൊന്നും അങ്ങോട്ട് പോണ്ട. ഒന്നാമതിപ്പോ മറ്റൊരു അഗ്നിപർവ്വതം വീട്ടിലുണ്ട്, മീര. ആ പ്രശ്നം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അത് നേരെ, അതിനുള്ള പ്ലാനാ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. എങ്ങനെ വേണമെന്ന് നീ പറഞ്ഞാൽ മതി, ഞാൻ കട്ടയ്ക്ക് കൂടെ നിന്നോളാം. മുരളി, നീ ഈ ചെയ്തതിനൊക്കെ ഞാൻ എങ്ങനെ തിരിച്ചറിയേണ്ടത്? എന്റെ ദേവിയെ നീ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ. ഞാനില്ലാത്തപ്പോ ഈ വീടിന് കാവലായിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതിന് അങ്ങോട്ടുള്ള നന്ദിയും ഇതിന് ഇങ്ങോട്ടുള്ള നന്ദിയും ഒക്കെ തട്ടിക്കഴിച്ചങ്ങ് പോവും. അവന്റെ ഒരു നന്ദി ഒന്ന് പോടാ. ഒരാളിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അവന്റെ നല്ല കൂട്ടുകാരാണെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നു. നിനക്കിപ്പോഴല്ലേ മനസ്സിലായത്? എനിക്ക് നിന്നെ കൂട്ടുകാരനായിട്ട് കിട്ടിയപ്പോഴേ മനസ്സിലായി. ആ, എന്നെ കൂട്ടുകാരൻ നീ വന്നേ, ഒരു ഞാനിപ്പോ വരെ. വാ. ദേവിക, മീര ഇന്ന് വരാൻ സാധ്യതയില്ല. ഏതോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ. നാളെ ഇങ്ങോട്ട് വരുവോ അതോ നേരെ തിരിച്ച് ഡൽഹിക്ക് പോവോ എന്നൊന്നും അറിയില്ല. ഇനി നാളെ അഥവാ അവൾ ഇങ്ങോട്ട് വന്നാ. ആന്റി നേരത്തെ പറഞ്ഞല്ലോ, ഞാനായിട്ട് മീരയുടെ മുന്നിൽ ചെല്ലില്ല. മീര ഏതെങ്കിലും സാഹചര്യത്തിൽ എന്നെ കണ്ട ഞാൻ ജോലിക്കാരിയായിട്ട് നിന്നോളാം, തീർന്നില്ലേ? മീരയുടെ മുൻപിൽ എന്നെ ജോലിക്കാരിയായിട്ടോ ഹോം നഴ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിച്ചോളൂ ആന്റി. പക്ഷേ
ഞാൻ നന്ദുവിന്റെ ഭാര്യയല്ലെന്ന് ഒരിക്കലും സമ്മതിച്ചു തരില്ല. ഞാൻ മരിക്കേണ്ടി വന്നാലും ശരി, ഞാനത് സമ്മതിക്കില്ല. നീ മരിക്കില്ല എന്നുള്ളത് അറിയാം, പക്ഷെ മീര മരിക്കും. നീ നന്ദന്റെ ഭാര്യയാണെന്ന് മീര അറിഞ്ഞാൽ അടുത്ത നിമിഷം അവൾ ആത്മഹത്യ ചെയ്യും. അമ്മേ, ഇതിനെയാണ് ആത്മഹത്യാ ഭീഷണി എന്ന് പറയുന്നത്. സാധാരണ ആത്മഹത്യ ചെയ്യുന്നവരാണ് ഈ ഭീഷണി ഉയർത്തുന്നത്. ഇതിപ്പം മീരയ്ക്ക് വേണ്ടിയിട്ട് അമ്മ അത് ഏറ്റെടുത്തിരിക്കുകയാണോ? നന്ദനും ദേവികയും വിവാഹിതരാണെന്ന് അറിഞ്ഞാൽ മീരയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റില്ലേ? എനിക്കറിയാം. അതുകൊണ്ട് 2 ദിവസത്തേക്ക് എല്ലാം ക്ഷമിച്ചു നിൽക്കാൻ ഞാൻ ദേവികയോട് പറഞ്ഞത്. മീര മാത്രമല്ലല്ലോ, അമ്മയും ജീവിതം ഒടുക്കി കളയുമെന്നാണല്ലോ ശപഥം ചെയ്തിരിക്കുന്നത്. എന്തായാലും ചന്ദ്രോത്ത് 2 മരണങ്ങൾ ഒരുമിച്ച് വേണ്ട. അതുകൊണ്ട് തന്നെ മീര തിരിച്ചു പോകുന്നവരെ ദേവിക ക്ഷമിച്ചു നിൽക്കും. അത് കഴിഞ്ഞാ പിന്നെ കാര്യങ്ങൾ ഒളിച്ചു കൊണ്ടുപോകാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സഹകരിക്കണം. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മീരയോട് കാര്യങ്ങൾ അവതരിപ്പിക്കും. അമ്മ അവതരിപ്പിച്ചില്ലെങ്കിൽ ഞാൻ അവതരിപ്പിക്കും. നീ എന്താ ഇവളുടെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണോ? ഇവൾക്ക് പറയാനുള്ളതൊക്കെ ഇവള് പറഞ്ഞോളും. നിന്റെ സഹായമൊന്നും വേണ്ട. ദേവികയ്ക്ക് എന്റെ സഹായം വേണമെങ്കിലും വേണ്ടെങ്കിലും ഞാൻ ഇവൾക്ക് വേണ്ടി കൂടെ ഉണ്ടാവും. എന്റെ അനിയന്റെ ഭാര്യ, എന്റെ നാത്തൂന. എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയെ ഇപ്പൊ വെറും ഒരു അലങ്കാര വസ്തുവാ. ദേവികയുടെ കഴുത്തിലെ താലി മാറ്റാൻ നോക്കണ്ട അമ്മ. ഞാൻ അതിന് സമ്മതിക്കില്ല. ചേച്ചി, നാത്തൂനും കൂടി എന്നെ അങ്ങ് പൊതു ശത്രുവാക്കി കഴിഞ്ഞല്ലേ? എന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടായിരുന്നു, സിദ്ധു ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. അച്ഛൻ മീരയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്നാണോ അമ്മ പറയുന്നത്? അതെ, നന്ദൻ മീരയെ വിവാഹം ചെയ്യണമെന്ന് തന്നെയായിരുന്നു സിദ്ധുവിന്റെ ആഗ്രഹം. അത് അമ്മയുടെ ആഗ്രഹം അമ്മ അച്ഛനെ അടിച്ചേൽപ്പിച്ചതാവും. നിർത്തടി. സത്യമല്ലേ? ചേച്ചി തർക്കിക്കണ്ട, വെറുതെ എന്തിന്? നീ ഒരാളാ അവളെ ഇങ്ങനെ വഷളാക്കുന്നത്. അതെ, അങ്ങനെ തന്നെ ഒന്ന് കൂട്ടിക്കോ. ചേച്ചി, മീര. മീര ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് ആന്റി ഇവിടെ. അമ്മ ഇവിടെ ഉണ്ട്.
അല്ല, നീ ഇന്ന് ഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്താ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോണോ? പോണോ? പറഞ്ഞാ മതി, പോയിക്കോളാം. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നേ? നീ ഇന്ന് അവിടെ ആയിരിക്കും എന്ന് വിചാരിച്ചല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചത്? അല്ല, അതുകൊണ്ടുള്ള ചോദ്യം അല്ല. സാധാരണ ഞാൻ എവിടെയാണെങ്കിലും എത്ര രാത്രിയായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് താക്കീത് തരുന്ന ആന്റിക്ക് ഇന്ന് ഞാൻ വരാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട് അല്ലേ? മോൾ എന്തൊക്കെയാ ഈ പറയുന്നേ? പറഞ്ഞല്ലോ, ലേറ്റ് ആയാല് ഡ്രൈവ് ചെയ്യണ്ടെന്ന് കരുതിയാ. ഇതിൽ എത്ര ലേറ്റ് ആയി ഞാൻ വന്നിട്ടുണ്ട്? രജനീച്ചി പറഞ്ഞേ, ഞാൻ ലേറ്റ് ആയിട്ടില്ലേ? എന്നെ ആർക്കും വേണ്ട, ആർക്കും വേണ്ട. മോളെ, എന്നെ വേദനിപ്പിക്കുന്ന എല്ലാരും അനുഭവിക്കും, അതുറപ്പാ. അമ്മേ, ഇവൾക്ക് എന്ത് പറ്റി? ഇനി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊന്നും സംസാരിക്കാത്തയാണല്ലോ. അതെ, ഇങ്ങനെയൊന്നും സംസാരിക്കാത്തവൾ ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. അവൾ അത്രയ്ക്ക് വേദനിക്കുക. അവള് മനസ്സിൽ കാണുന്നത് നടക്കുന്നില്ല. അതിന്റെ വേദന ആ വാക്കുകളിൽ. എല്ലാവരും കൂടി ആ പാവം പെണ്ണിനെ കൊലയ്ക്ക് കൊടുക്കരുത്. ഇനിയിപ്പോ ദേവിക നന്ദനും തമ്മിലുള്ള കല്യാണക്കാര്യം മീര അറിഞ്ഞു കാണോ? അതിന്റെ ടെൻഷനാണോ? എനിക്കൊന്നും അറിയില്ല. വരുന്നതെല്ലാം അനുഭവിക്കാൻ തയ്യാറായി ഇരുന്നു എല്ലാവരും. എന്നാലും ഒരു സിനിമ കാണാൻ സമ്മതിച്ചില്ലല്ലോ. അതിനൊക്കെ സമയമുണ്ടെന്നേ, നീ നടക്ക്. ചാനലിലെ ആ കുട്ടിയായിരിക്കും. ഇപ്പൊ സമയമുണ്ടോന്ന് അറിയാനാവും. നോക്കട്ടെ. അല്ല, ഇതാ മീരയാ. എടാ പ്രകാശ്, സത്യം പറ, നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ടല്ലേ? അങ്ങനെയല്ല സിസിലി, അവക്ക് എന്നോട് ആരാധന മൂത്ത് എന്നെ കല്യാണം കഴിക്കാമെന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ. എന്തായാലും നിന്നെ അവള് വിടില്ല. എടുത്ത് സംസാരിച്ചോ, എനിക്കൊരു പ്രശ്നമില്ല. നീ ഉള്ളപ്പോ എനിക്ക് വേറെന്ത് പ്രണയം സിസിലി. ഓക്കെ, എന്തായാലും ഇങ്ങനെ വിളിക്കല്ലേ, ചുമ്മാ സംസാരിക്കുന്നേ.
ഇന്നെന്തായാലും ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രശ്നമാവും. അച്ഛാ, എനിക്ക് ചില കാര്യങ്ങള് അച്ഛനോട് പറയാനുണ്ട്. മീര തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ ആരാണെന്നോ എന്തിനാണ് ഇവിടെ വന്നതെന്നോ മീര എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊക്കെ തുറന്നു പറയും. അതിന് അച്ഛൻ അനുവാദം തരണം. ഇനിയും ഈ രഹസ്യം മറച്ചു വെച്ച് പോവാൻ എനിക്കാവില്ല അച്ഛാ. മീര ഇത് കേൾക്കുമ്പോ എന്തൊക്കെ സംഭവിക്കുന്ന അറിയാൻ പാടില്ല. ഏതായാലും തുറന്നു പറയാനൊരു സാഹചര്യം വന്നാ ഞാൻ പറയും. എന്റെ അവസ്ഥ അച്ഛൻ അറിയാലോ. എന്റെ അവസ്ഥ നിനക്കറിയാമോ? സിദ്ധു നോക്കണ്ട. എന്റെ മനസ്സിന്റെ വേദനയാണ് ഞാൻ പറയുന്നത്. കടിച്ചു പിടിച്ചാ നിൽക്കുന്നത്. എപ്പോഴാണോ പൊട്ടുന്നതെന്ന് എനിക്കറിയില്ല. ആന്റി, ഞാൻ പറയുന്നത് ഇവിടെ ഇനി ഒരു പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കാനാ. എല്ലാം തുറന്നു പറഞ്ഞാ ഒരു ബഹളം ഉണ്ടാവും. പക്ഷെ ഒക്കെ അതോടെ തീരും. ഒക്കെ അതോടെ തീരുവോ? നന്ദൻ താലി കെട്ടിയ പെണ്ണ മീര. നിന്നെയും നന്ദൻ താലി കെട്ടിയതാണെന്ന് മീരയോട് പറഞ്ഞ ഒരു പൊട്ടിത്തെറിയോടെ എല്ലാം അവസാനിക്കുന്നാണോ? കുറച്ച് ദിവസത്തേക്ക് എല്ലാം ഒന്ന് തണുക്കാൻ ഞാനൊരു മാർഗം പറയാം. 1-2 ആഴ്ച നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്. എന്തു പറയുന്നു? ഇതാ എന്റെ വീട്. ഓ, അർത്ഥം വച്ചുള്ള മറുപടിയാണല്ലോ. എന്നാ കേട്ടോ, ഇത് നിന്റെ വീടല്ല, ഇത് എന്റെ വീടാ. ഈ വീട് ഞാൻ നന്ദന് ഭാഗം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്റെ വീടാ. ഭർത്താവിന്റെ വീടെന്നുള്ള മട്ടിൽ നീ അങ്ങനെ വ്യാഖ്യാനിച്ച് ജയിക്കണ്ട. ഞാൻ വ്യാഖ്യാനിക്കല്ല ആന്റി. എന്റെ ഭർത്താവ് താമസിക്കുന്ന വീടാ എന്റെ വീടെന്ന് പറയായിരുന്നു. എന്നോടൊപ്പം നന്ദുവും കൂടി വന്ന ഏത് നിമിഷവും ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. നന്ദനും കൂടി വന്നാലേ നീ ഇറങ്ങൂ? ഇതിന് ഉത്തരം പറഞ്ഞ് ഇനിയും വലിയ തർക്കത്തിലേക്ക് പോകുന്നില്ല ഞാൻ. എന്ന് വച്ചാൽ നന്ദനും കൂടി വന്നാലേ നീ വീട് വിട്ട് ഇറങ്ങുള്ളൂ എന്ന് അതല്ലേ നീ ഉദ്ദേശിച്ചത്? അതെ. നന്ദു കൂടി വരണമെന്നില്ല. നന്ദു എന്നോട് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞാലും മതി, ഞാൻ പോവാം. അല്ലെങ്കിൽ അച്ഛൻ പറയട്ടെ, ഞാൻ അനുസരിക്കാം. അപ്പൊ രണ്ടും കൽപ്പിച്ചാണ് നീ ഈ വീട്ടിലെ സമാധാനം കളയാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണല്ലേ? അല്ലേന്ന്? ഇല്ല, ഞാൻ സഹിച്ചോളാം. ഇവള് പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. എന്താ? ഒന്നും വേണ്ട മോളെ, നീ എവിടെയും പോണ്ട. പക്ഷേ ഒരപേക്ഷയുണ്ട്. ഒരാഴ്ച നീ എനിക്കൊരു സാവകാശം തരണം. അതിനിടയില് ഞാൻ എല്ലാ കാര്യങ്ങളും മീരയോട് പറയും. അതെ, ഞാൻ പറയാം. ഞാൻ മീരയെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം, പറഞ്ഞു സമ്മതിപ്പിക്കാം. അതുവരെ നീ അവളോടൊന്നും പറയാൻ നിൽക്കരുത്. ഇതെങ്കിലും ഒന്ന് അനുസരിക്കണം. ഇനി കാലിൽ വീണ് ഞാൻ അപേക്ഷിക്കണോ? ആന്റി പ്ലീസ്.
ഇങ്ങനെയൊന്നും പറയില്ലേ. അപ്പൊ നീ അനുസരിക്കുന്നു അല്ലേ? ശരി, ദേവിക മീരെ കണ്ടാലും ഇവിടെ ഒരു സഹായത്തിന് നിൽക്കുകയാണെന്നേ പറയാവൂ. നിന്നെ ജോലിക്കാരിയാക്കുന്നതല്ല, തൽക്കാലത്തേക്ക് അങ്ങനെ പറഞ്ഞാ മതി. സിദ്ധുവിനെ പരിചരിക്കാൻ നീ നിന്ന ഒരു ചരിത്രം മീരയ്ക്ക് അറിയാവുന്നത് കൊണ്ട് പെട്ടെന്നൊരു പ്രശ്നം ഒഴിവാക്കാം. പ്ലീസ്, ഞാൻ ഒരാഴ്ചക്കുള്ളിൽ മീരയോട് എല്ലാം പറയാം. അതുവരെ ഒരു സാവകാശം തരണം. ശരി. ഒരാഴ്ചയല്ല, ഒരു യുഗം കഴിഞ്ഞാലും ശരി, നീ നന്ദന്റെ ഭാര്യയാണെന്ന് മീര അറിയാൻ പോകുന്നില്ല. നീ ഓരോന്ന് ചിന്തിച്ച് പ്രഷർ കൂട്ടണ്ട. ഒരു കാര്യം ചെയ്യ്, നീ ദേവിയെ വിളിച്ചോണ്ട് ഇങ്ങോട്ടോ. 2 ദിവസം ഇവിടെ കഴിയാം, നിന്റെ മനസ്സൊന്ന് ശാന്താവുകയും ചെയ്യും. പറയാന്നല്ലാതെ അതൊന്നും എളുപ്പം നടക്കുന്ന കാര്യമല്ല മുരളി. ഒന്നാമത് പൗർണമി വരെ ദേവി വ്രതം തുടരുക. അവിടെയാണല്ലോ വിളക്ക് കൊളുത്തുന്നേക്കെ. അപ്പോ അവൾ അവിടെ തന്നെ നിൽക്കും. മീര അവിടെ നിൽക്കുന്നു എന്നല്ലാതെ കല്യാണത്തിന്റെ കാര്യം വല്ലതും നിന്നോട് ഡയറക്റ്റ് അവള് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവളുടെ രീതികളൊന്നും പിടികിട്ടുന്നില്ല. ചിലപ്പോ വലിയ അടുപ്പം കാണിക്കും, ചിലപ്പോ എന്തോ വലിയ ആലോചനയിലായിരിക്കും. ചേച്ചി, ആ ചേച്ചി, ഡാ, നീ എവിടെയാ? മുരളിയുടെ കൂടെ ഉണ്ട്. മീര തിരിച്ചു വന്നിട്ടുണ്ട്. ആണോ? ദേവിക മീര കണ്ടിട്ടില്ല. എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന് അറിയില്ല.